അപ്പോൾ നമുക്കിന്ന് നാടൻ രീതിയിലുള്ള കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയാലോ. അതായത് നമ്മുടെ ചേമ്പിൻ്റെ ഇല കൊണ്ടും ചേമ്പിൻ്റെ തണ്ടിനെ കൊണ്ടും നമുക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വിഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ചേമ്പിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചേമ്പിലയും ചേമ്പില തണ്ടും നമുക്ക് കഴിച്ചാൽ ചൊറിയോ, അത് ഏത് തരത്തിലുള്ള ചേമ്പാണ് ചേമ്പിലയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന അതായത് പാൽച്ചേമ്പ്, വയലറ്റ് ചേമ്പ്, അങ്ങനെ പച്ചത്താള് അങ്ങനെയുള്ളതിനെ കൊണ്ടാണ് നമ്മൾ ഈ ചേമ്പിലേനെ കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നത് കണ്ടു നോക്കാം. നമ്മൾ ഏത് തരത്തിലുള്ള ചേമ്പിലയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഇപ്പോൾ എല്ലാ ഇലക്കറികളൊക്കെ കഴിക്കണമെന്ന് വളരെ എല്ലാവരും പറയാറുണ്ട്. ഇലക്കറികളൊക്കെ കഴിക്കണം, അത് ആരോഗ്യത്തിന് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ചേനയുടെയും ചേമ്പിൻ്റെയും ഇലകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഞാനിത് എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. കർക്കിടക മാസമൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഈ തണ്ടിനെ കൊണ്ട് ഞാൻ പുളിങ്കറി ആക്കാറുണ്ട്, അതായത് മെഴുക്ക് പുരട്ടി ആക്കാറുണ്ട്, ഇതുപോലെ പുളിയിട്ട് വറ്റിച്ചത് ഞാൻ ആക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ ചേമ്പിൻ്റെ ഇല പറിച്ചാൽ അന്ന് തന്നെ ഇതാക്കണം കേട്ടോ. ഇത് നമ്മൾ വെച്ച് പിറ്റേത്തെ ദിവസം ആക്കാമെന്ന് വെക്കരുത്. ചേമ്പിൻ്റെ ഇല പറിച്ച് അന്ന് തന്നെ ഇതുപോലെ വെക്കണം, ഇല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ തണ്ടാണെങ്കിൽ നമുക്ക് 2-3 ദിവസം വെച്ചാലും ഒരു പ്രശ്നമില്ല. ഇല അന്നേരം തന്നെ പാകം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് പാൽച്ചേമ്പ്. അപ്പോൾ നമുക്ക് ഈ പാൽച്ചേമ്പിൻ്റെ തണ്ടായാലും ഇലയായാലും നമുക്ക് കറിയാക്കാൻ ഉപയോഗിക്കാം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇനം ചേമ്പാണ് പാൽച്ചേമ്പ്. അതായത് നമ്മളെ കടകളിലൊക്കെ വിൽക്കുന്നത് ഈ പാൽച്ചേമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ തന്നെ എൻ്റെ കയ്യിൽ വേറെ 2 ഇനവും കൂടിയുണ്ട്. അപ്പോൾ അത് ഒന്ന് വയലറ്റ് ചേമ്പാണ്. ഈ വയലറ്റ് ചേമ്പിനെ നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ കണ്ണൂരൊക്കെ പറയുന്നത് വയലറ്റ് താള് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ വയലറ്റിൻ്റെതായാലും ഈ തണ്ടും നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കും, ഇലയും നമ്മൾ ഇതുപോലെ പുളിയിട്ട് വറ്റിക്കാൻ എടുക്കും കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു ഇനമാണ് ഈ കാണുന്നത്, അതായത് വെള്ള ചേമ്പ്. ഇതിൻ്റെയും തണ്ടായാലും ഇലയായാലും നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെയും, ഈ വയലറ്റ് ചേമ്പിൻ്റെയും വെള്ളേൻ്റെയും ഈ വിത്താണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഉരുണിച്ചേമ്പ് എന്ന് പറയും, ചെറിയ ചെറിയ ചേമ്പ്. ഇതും നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് ചേമ്പിൻ്റെ എല്ലാം നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇതൊന്ന് നടുക്കെ ഇതുപോലെ ഒന്ന് കീറണം. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പൊടിയായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിത് ഇപ്പോൾ വേണമെങ്കിൽ ഈ പുളി ഒഴിച്ച് വറ്റിക്കുന്നതിന് നമുക്ക് ഈ ചേമ്പിൻ്റെ ഈ തണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അരിഞ്ഞിടാം. പക്ഷേ എനിക്കിപ്പോൾ പുളിങ്കറിയും പിന്നെ മെഴുക്ക് പുരട്ടിയാക്കി കാണിക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ ഈ തണ്ട് ഇതിലേക്ക് എടുത്താൽ അത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ ഇല മാത്രം എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒന്ന് കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കറിൽ തന്നെ വറ്റിക്കണം എന്ന് പറയുന്നത്, ഇത് നല്ലപോലെ ഇല ഉടച്ചെടുക്കുന്ന കറിയല്ലേ, അതുകൊണ്ടാണിത് കുക്കറിൽ തന്നെ നല്ലോണം വെന്ത് കിട്ടണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ തന്നെ വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ തിളപ്പിച്ചെടുക്കാം, പക്ഷെ നല്ലോണം വറ്റിച്ച് കയ്യിൽ കൊണ്ട് നല്ലോണം ഉടച്ചതിനെ നല്ല പാകാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, അതായത് നമ്മളെ ഇല എടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് വേണം. പുളി അധികം മികച്ച് നിൽക്കരുത്, നമുക്കത് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഈ ഒരളവിന് നമുക്കൊരു, അതായത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതിയാകും. ഇത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഒരു 3 വിസിൽ ഒന്ന് ഇടിയിക്കാം. ഇതിന് 3 വിസിലാകുമ്പോൾ ഇത് നല്ലപോലെ വെന്ത് നന്നായി ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു തവി കൊണ്ട് ഇതിനെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അത് ഇനിയിപ്പോൾ ഇത് കൂടാതെ ഇതിലേക്ക് നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒന്ന് കൂടിപ്പോയി കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്, ഒന്ന് ഉടച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടുന്നതിന് ഞാൻ ഇതിലേക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കടുക് എണ്ണ മൂത്ത് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എത്ര ചേർക്കുന്നോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അതിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ ചില്ലി ഫ്ലേക്സ്, അതായത് നല്ല എരിവുള്ള മുളകാണ്, ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തതാണ്. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക്, ഉലുവ, ചില്ലി ഫ്ലേക്സ് ഇത് 3 ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചേമ്പില പുളിയിട്ട് വറ്റിച്ചത് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ചേമ്പിൻ്റെ തണ്ട് പുളുങ്കറിയാക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വയലറ്റ് ചേമ്പ് തണ്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ആ തോല് ഇതുപോലെ അങ്ങ് ഒന്ന് വലിച്ച് കളയണം കേട്ടോ. ഇതുപോലെ അങ്ങ് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിയുക. നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് പച്ചമുളകൊന്ന് കീറിയിടാം. പച്ചമുളകും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഇതിലേക്ക് ഉപ്പിടണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചതാണ്. അപ്പോൾ ശർക്കര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ്, എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ശർക്കര ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ശർക്കര ചേർക്കണ്ട. അത് 1 ടീസ്പൂണും കൂടെ ചേർത്ത് ഇതിനെ അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ നമുക്കൊന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ചേമ്പിൻ്റെ തണ്ടിന് അധികം വേവൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടുക മാത്രം ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ പൊടിച്ചത്, ഉലുവ നേരത്തെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് സ്വല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വീണ്ടും 2 പുളിങ്കറി റെഡിയായി. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്, വളരെ സിമ്പിളുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതിന് നമുക്കിതുപോലെ തന്നെ തോലങ്ങ് കളഞ്ഞെടുക്കണം. എന്നിട്ട് നീളാന മുറിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നീളാന ഇങ്ങനെ മുറിച്ചെടുത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം, മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ. സ്വല്പം ഇങ്ങനെ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് സിമ്മിലൊന്ന് വേവിക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മതിയാകും ഇതൊന്ന് വെന്ത് കിട്ടാൻ, പെട്ടെന്ന് വേവുമല്ലോ.
നമുക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്. ഞാനിപ്പോൾ സാധാരണ പച്ചമുളകാണ് എടുത്തത്. നിങ്ങൾക്ക് കാന്താരി മുളക് കിട്ടുമെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒരു കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ചേമ്പിൻ്റെ തണ്ട് മെഴുക്ക് വരട്ടിയും കൂടെ റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല വൈറ്റമിൻസ് ഉള്ള സാധനമല്ലേ. നമുക്കിത് വീട്ടിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഓരോരോ ദിവസമായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 3 കറികളല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.